1947 നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം നീ ആദ്യം എടിയല്ല എടാ, നീ ആദ്യം നിന്റെ പിതൃത്വം ശരിയാണ്. എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐ എം സോ സോറി. എനിക്ക് പബ്ലിക്കലി ഞാൻ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിനക്ക് തോന്നില്ലല്ലേ തെറ്റ് പറ്റിയിട്ടുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഈ വിജയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ് എന്നുള്ളതാണ്. ഓരോ ജൻസികളുടെയും വിജയമാണ്, ഓരോ യുവതലമുറകളുടെയും വിജയമാണ്, ഓരോ രക്ഷകർത്താക്കളുടെയും വിജയമാണ് എന്നുള്ളതാണ്. ഒരു വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ മറ്റേത് പാർട്ടിയോ മറ്റേത് മതമോ ജാതിയോ ഒന്നും അവകാശപ്പെടുന്ന ഇത് പ്യുവർലി ഈ പറയുന്ന ജൻസുകളുടെ വിജയമാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വരരുത്. കാരണം കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ പ്രതിപക്ഷം. അവർക്ക് കഴിയാത്ത സാധനമാണ് ഈ പറയുന്ന അവിടെയുള്ള ജൻസികൾ എല്ലാവരും കൂടി വന്നു അത് നേടിയെടുത്തത്. ഒരു മഹത്തായ ഒരു വിജയമാണ്. ഒക്കെ ശരി തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പുള്ളി രാജിവെച്ചു. ആ രാജിവെക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് മറ്റാരുമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. നരേന്ദ്രമോദിയാണ് പറഞ്ഞത്. അങ്ങനെ നിയമസഭയിൽ വന്നിട്ട് രാജ്യസഭയിൽ വന്നിട്ട് എനിക്ക് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ വിട്ട് അതൊന്നും പറ്റത്തില്ല. എന്താണ് ഇപ്പൊ തന്നെ രാജിവെക്കണമെന്ന് കട്ടൻ റൈറ്റായിട്ട് പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ചത്. അതിനിടയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അവർക്ക് സപ്പോർട്ടുമായിട്ട് പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നിനാണ് രജനി ഹരിദാസ്, പിന്നെ അവരുടെ മേക്കപ്പ് മാനും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ജാൻമണി ദാസ്, നമുക്കറിയാലോ ഈ പറയുന്നത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് നെഗറ്റിവിറ്റിയിൽ നിന്ന ഒരു കക്ഷി ഒരുപാട് പോസിറ്റിവിറ്റിയിൽ വന്നു. ആ പോസിറ്റിവിറ്റി വന്നതിന് ശേഷം പിന്നെ വാ തുറന്ന പറയുന്ന പണ്ട് നമ്മുടെ നിലവാരം ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തന്നാലേ നിങ്ങൾ പറയുന്നതൊക്കെ ഇതൊക്കെ വെറുതെയാണ്, ഞാൻ ഇന്നയാണ് എന്ന് തെളിയിച്ചുകൊണ്ട്, അതായത് ഒരു പിരിവിട്ടതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നൊരു പ്രസ്താവന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ചെപ്പത്തിരിക്കാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും BJP ഒരു അനുഭാവിയല്ല, പക്ഷെ എനിക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ ഇന്ത്യ ഇത്രയും നാലാള് ദേശം മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ തക്ക രീതിയിൽ ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവന്നത് നരേന്ദ്രമോദി എന്ന് ഞാൻ പറയും. മറ്റേ ഇന്ത്യയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രി ആണെന്ന് ഞാൻ പറയുന്നത് നരേന്ദ്രമോദി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് അങ്ങോട്ട് ഭരണം ഇഷ്ടമാണ് എന്നുള്ളത്. പിന്നെ ഏതായാലും ഇപ്പം എനിക്കിപ്പോ ഈ പറയുന്ന നരേന്ദ്രമോദി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അഴിമതി ഇങ്ങനെ നടക്കുമ്പോൾ അത് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ അതിപ്പോ നമ്മൾ ആരും ആയിക്കോട്ടെ എന്നുള്ളതാണ്. നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന എല്ലാ തെണ്ടിത്തരത്തിൽ ചെന്ന് തലവെച്ച് കൊടുക്കുകയല്ല, അവിടെ അടിമയായി ഇരിക്കുക എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയാണ്, വ്യക്തികളെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ അതൊക്കെ പോട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് ബ്ലണ്ടറായിട്ട് തോന്നുന്നത് നമ്മുടെ ഓരോരുത്തരെ ഇതിനെയൊക്കെ ഈ പറഞ്ഞാൽ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വെളിമാണി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് ഇപ്പം അറിഞ്ഞു കഴിഞ്ഞു, ആൾക്കാർക്ക് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ദിയാകൃഷ്ണ, അവരുടെയൊക്കെ പ്രസ്താവന, അവരെന്താണ് അവരുടെ മനസ്സിലുള്ള അഴുക്ക് കുഷ്ഠം എന്താണെന്നൊക്കെ നമുക്ക് ജനങ്ങൾക്ക് പിടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ചിരി വന്നത് നമ്മുടെ സാബുമോൻ ഉണ്ടല്ലോ. സാബുമോൻ എന്തോ ഞാൻ വലിയ ഈ പറയുന്ന എന്താണ് സർവ്വവിജ്ഞാന കോശം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മണ്ടനാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവൻ ഇന്നലെ പറഞ്ഞ ഒരു പ്രസ്താവന, ഏറ്റവും വലിയ പ്രസ്താവന അവനാ പറഞ്ഞത്. ഇതൊക്കെ ഇത് ഇങ്ങനെ ഒരു സമരത്തിന്റെ ആവശ്യമേ ഇല്ല, ഇതൊക്കെ അപ്പർ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടവർക്ക് മാത്രം ചേർന്ന്, അല്ലാതെ ഈ പാവപ്പെട്ടവരൊന്നും ഈ നീറ്റ് പരീക്ഷ എഴുതില്ല എന്നാണ് സർവ്വവിജ്ഞാന കോശം എന്ന് സ്വയം അവകാശപ്പെടുന്ന സാബുമോൻ പറഞ്ഞത്. നിനക്ക് ഒരു ഉളുപ്പുണ്ടോ പറയാൻ വേണ്ടിയിട്ട്? ഒരു ചെറിയ വിവരം, കർഷകന്മാരുടെ കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതുന്നില്ലേ, അവർ ഡോക്ടർ ആയിട്ടില്ലേ, റിക്ഷാവാല പിന്നെ ഓട്ടോ ഓടിക്കുന്നവരുടെ കുട്ടികൾ ചെയ്യുന്നില്ലേ, അപ്പം പണക്കാർ മാത്രമേ എഴുതുന്നുള്ളൂ എന്നുള്ളതാണ് നിനക്ക് ഇത്രയേ ഉള്ളൂ വിവരം എന്നുള്ളതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവന്റെ ആ ഒരു പ്രസ്താവന. ചിലപ്പോൾ ആ ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പറഞ്ഞാലും എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞാലും ഇത് വളരെ കടന്നുപോയി. ഒരു വിദ്യാഭ്യാസവും ഒരു വിവരവും ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെയാണ് താങ്കൾ സംസാരിച്ചത് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷയ്ക്ക് സർക്കാർ തന്നെ കുറെ സംഭരണവും കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വരും. പക്ഷേ ഏറ്റവും വലിയ പൂളിഷായ ഏറ്റവും മണ്ടത്തരമായ ഒരു പ്രസ്താവന നടത്തിയത് ഈ പറയുന്ന ആരാണ്, നമ്മുടെ സാബുമോനാണെന്ന് ഞാൻ പറയേണ്ടതായിട്ട് വരും. അവന്റെയൊക്കെ വിവരമില്ലായ്മ ഒരു കുറ്റമല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജാൻമണി വന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് പറഞ്ഞ ഒരു സാധനം, ഓക്കെ, അത് ഞാൻ ഇവിടെ വെക്കാം. എന്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947, നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം നീ ആദ്യം എടിയല്ല എടാ, നീ ആദ്യം നിന്റെ പിതൃത്വം ശരിയാണോ നോക്കുക എന്നുള്ളതാണ്. താങ്കൾ ഈ പറയുന്നത് നമ്മുടെ
രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. എന്തൊരു ഉളുപ്പില്ലാതെ വന്ന് അടിച്ചു വിടുന്നു. അതാണ് പിരിപോയിരിക്കുക എന്നുള്ളത്. 4 പേര് സപ്പോർട്ട് കണ്ടപ്പോ പഴയ ഉള്ളിൽ കിടന്ന ആ പൂതറ സ്വഭാവം പുറത്തു വരികയാണ്. അതായത് ജാൻമണി ദാസ് പറയുന്നത് മറ്റൊന്നുമല്ല, നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചത് 1947 നരേന്ദ്രമോദി ജനിച്ചത് 1950 എന്നുള്ളതാണ്. അപ്പൊ 3 വർഷം കഴിഞ്ഞ് സ്വന്തം അച്ഛൻ മരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ജനിച്ചത്. അപ്പൊ തന്റെ തന്ത ആര് എന്ന് പോയി തിരക്കാനാണ് പറയുന്നത്. ജാൻമണി സ്വന്തം പിതൃത്വം ശരിയാണോ നീ ആദ്യം നോക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നത് 1989 അതായത് ഏതാണ്ട് നരേന്ദ്രമോദി ജനിക്കുന്നത് 1950 അതായത് ഏതാണ്ട് നരേന്ദ്രമോദി ജനിച്ച് 39 കൊല്ലം കഴിഞ്ഞാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നത്. അമ്മ റീസെന്റ് 2022 അമ്മ മരിക്കുന്നത്. ആ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒരു ഉളുപ്പുമില്ലാതെ വന്നത്. ഈ തന്തയില്ലാതെ നിന്റെ അമ്മ വ്യഭിചരിച്ചുണ്ടായതാണ് താനെന്ന് പറയാനുള്ള ആ ചമ്പുണ്ട്. ഇവളെയൊക്കെ എന്ത് ചെയ്യണം മനസ്സിലായി? ഇവളെക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അവസാനം വന്ന് മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുമല്ലോ, നമുക്ക് വിമർശിക്കാതെ, നമുക്ക് വസ്തുത വെച്ച് വിമർശിക്കാൻ കഴിയാത്തവർ മണ്ടന്മാരാണ്. അവർക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പല ചാനലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ എടാ പോടാ വിജയ അതൊക്കെ വളരെ മോശമാണ് എന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും അവർ നമ്മുടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി, അവരെ എടാ പോടാ പട്ടി അങ്ങനെ പേരെടുത്ത് വിളിക്കാം. എത്ര വയസ്സിന് മൂത്ത് നമുക്ക് പേരെടുത്ത് വിളിക്കാം. അതൊരു ബഹുമാനം തന്നെയാണ്. പേരെടുത്ത് വിളിക്കാം, അതൊരു വിഷയമൊന്നുമില്ല. പക്ഷെ അവിടെ എടാ പോടാ എന്നുള്ളത് അത് പല ചാനലുകളും അവരുടെ അജണ്ടയാക്കി എടുത്തുകൊണ്ട് ചെയ്യുന്നത് അതല്ല ശരി. നമ്മൾ അവർ ചെയ്ത അഴിമതി ഇങ്ങനെ വസ്തുതാപരമായിട്ടുണ്ട് അത് വെച്ച് നിരത്തിക്കൊണ്ടാണ് വിമർശിക്കുക. അല്ലാതെ അവരെ എടാ പോടാ അവരെ തന്തയ്ക്ക് വിളിച്ചിട്ടല്ല കേമന്മാരാകുന്ന. അങ്ങനെ കേമന്മാർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വസ്തുതകളില്ല. അത് വസ്തുക്കൾ വെച്ച് നിരത്തി ജയിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് കഴിവില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബാക്കി അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ വലിച്ചു പോയിട്ട് 3 ദിവസം കഴിച്ച് എന്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എനക്ക് നല്ല വിവരമുണ്ട്. അമ്മേനെ എവിടെ പിടിച്ച് ജയിലിലിടണമെന്ന് ഞാൻ പറയുള്ളൂ. എനക്ക് നല്ല ഒന്നാന്തര വിവരമാണ്. മനസ്സിലായില്ല ആൾക്കാരെ? അതായത് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ഡൽഹിയിൽ ഏതോ ഒരു ഇങ്ങനെ ഒരു റീൽ വന്ന് അത് കണ്ടാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഇത് നല്ല ശിക്ഷ കൊടുക്കണമെന്നാണ്. കാരണം ഇതൊരു സത്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണെന്നുള്ളതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് നരേന്ദ്രമോദിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പല കാര്യങ്ങളും നമുക്ക് വിയോജിപ്പുണ്ടാവും. അത് വസ്തുതകൾ വെച്ചാണ് വിയോജിപ്പിക്കാനുള്ളത്. ആരോഗ്യപരമായിട്ടാണ് വിമർശനങ്ങൾ വേണ്ടത്. അവിടെ വന്ന് തന്തയ്ക്ക് വിളിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ഇത് സ്വന്തം പ്രധാനമന്ത്രിയുടെ നേർക്ക് തന്നെ ഇങ്ങനെ ഒരു അലിഗേഷൻ, സ്വന്തം പ്രധാനമന്ത്രിയുടെ അമ്മ വ്യഭിചരിച്ചാണ് പ്രധാനമന്ത്രി ഉണ്ടായത് എന്ന് പറയുന്നതൊന്നും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നല്ല ചുട്ട മറുപടികളെ പിടിച്ച് ജയിലിടണമെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ഇതുമില്ല. ഇവിടെ പിടിച്ച് ജയിലിലിടണമെന്നുള്ളതാണ്. മനസ്സിലായി? ഞാൻ മറ്റേ ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ ഞാൻ പോയി പ്രതിഷേധിച്ചു. ഞാൻ അവർക്ക് കൂട്ടുനിന്നു. ഞാൻ അവർക്ക് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് വരുന്നത് നിനക്ക് എന്ത് തന്തയില്ലായ്മ പറയുക എന്നുള്ള അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഫ്രണ്ട്സ് ആരാക്കലവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കും ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കും ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നു. ആ തമ്പാക്കും അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആ കിളവൻ തമ്പാക്കും വെള്ളമടിയും മറ്റതും മറിച്ചതൊക്കെ നിന്റെ കയ്യിലിരിപ്പായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായി? ബഹുമാനം വേണം. മനസ്സിലായി? ഏട്ടാ ബഹുമാനം വേണം എന്നുള്ളതാണ്. എൽപ്പൻ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് പറഞ്ഞതുപോലെ കുറച്ചുപേര് സപ്പോർട്ട് കണ്ടപ്പോൾ നിന്റെ ആ ഉള്ളിന്റെ അകത്തുള്ള കൂതറ സ്വഭാവം പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലായോ? എത്രയൊക്കെ അട്ടയെ പിടിച്ച് മറ്റേ കിടത്തിയാലും കിടത്തില്ല. അവരുടെ ഉള്ളിന്റെ അകത്തുള്ള ആ കൂതറ ഉന്തിത്തള്ളി വീണ്ടും പുറത്ത് വരും എന്നുള്ളതാണ്. അപ്പൊ ഇവൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൈവിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ ജാൻമണി ദാസ് ഈ പറയുന്ന ഒരു മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാപ്പ് നമുക്ക് ഫുള്ളായി ഇവിടെ കേൾക്കാം കേട്ടോ. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവത്തില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ജാൻബ ഇങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യും എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ട്രാക്കിംഗ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി,
and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെറ്റപ്പ് ആയിട്ട് എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല ഞാൻ. അപ്പൊ അവൾക്ക് കുറെ ത്രെട്ടനിങ് കോളുകൾ വന്നു. നിനക്ക് ത്രെട്ടനിങ് കോളുകളിൽ വന്നു. സത്യമായി തന്നെ നിനക്ക് അടി കിട്ടാണ് തന്നെ വഴി കാണാൻ ആരെങ്കിലും പിടിച്ചിട്ട് അടിക്കും. കാരണം അമ്മാതിരി പോക്കത്തിലാണ് നീ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അമ്മാതിരി തെണ്ടിത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ളതാണ്. മനസ്സിലായോ? ആ രീതിയിലാണ് നീ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതോ നോർത്ത് ഇന്ത്യയിൽ ഏവോനോ ഇട്ട റീല് കണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ആരെ ഹെർട്ട് ചെയ്യാനല്ല. നീ എന്തൊരു കുഞ്ഞു വാവയോ? നിനക്ക് അടിയുടെ കുറവാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ബേസിക്കലി നമ്മളുടെ പി എംക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഹൗ കം one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. ഈ പുല്ല് എന്താ പറയുന്നത്? ഇത് തന്നെയാണ് പറഞ്ഞത്. നീ പറഞ്ഞ എങ്ങനെയാണ് അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞ് എങ്ങനെ മോദി ഉണ്ടാവുമെന്ന് തന്നെ പറഞ്ഞത്. പിന്നെ മോദിയെ കുറിച്ചല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല. അമ്മയെ കുറിച്ച്, മോദിയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത്. ഇരുന്ന് മെഴുകയാണ്. And that one's become like very much viral and people are very much angry, and I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിനക്ക് തോന്നില്ലല്ലേ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ളത്? തെറ്റ് പറ്റിയിട്ടുണ്ട്, അതായത് തെറ്റെന്ന് പറ്റി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു കഴിഞ്ഞാൽ സോറി പറയാന്നുള്ളതാണ്. അപ്പോളജീസ് പറയുന്നുണ്ടോ? കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ച് നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലിലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ ഈ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്നെ. പിന്നെ ഞാൻ വർക്കിന്റെ അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതന്നെ അറിയില്ല ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതൊരു തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. തന്തയ്ക്ക് വിളിച്ചിട്ട് തന്ത വ്യഭിചരിച്ചാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയെ ഉണ്ടാക്കിയത് എന്നുള്ള പ്രസ്താവന കൊടുത്തിട്ട് അതൊരു തമാശയായിട്ട് എടുക്കാനാണ് പറഞ്ഞത് എന്നുള്ളത്. സ്വന്തം തള്ളയെ കുറിച്ച് പറയുമ്പോഴേ സ്വന്തം പിതൃത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ താങ്കൾക്ക് അത് തമാശയായിട്ട് തോന്നുമായിരിക്കാം. നമുക്കൊന്നും തമാശയായിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കാർക്ക് തമാശയായിട്ട് തോന്നില്ല. ഇതിനെ വെറുതെ വിടാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആരെങ്കിലും എന്തെങ്കിലും വന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിപ്പോ നരേന്ദ്രമോദി എന്നല്ല ആരായിക്കോട്ടെ, ആര് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. അത് കൊടുത്തു തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞില്ല, അവസാനം വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഞാൻ ചെക്ക് ചെയ്തില്ല, ഞാൻ ഇന്റൻഷ്യലി പറഞ്ഞതല്ല, ഞാൻ ആരെ ഹെർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല, മാപ്പ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് കൊടുത്തിട്ട് നാളെ എല്ലാവരും ചെയ്യും. നാളെ മറ്റവൻ വന്ന് വീണ്ടും തെറി പിടിച്ചിട്ട് അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയാണ്, എനിക്ക് മാപ്പ് പറഞ്ഞേ. അതുകൊണ്ട് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുമ്പോൾ നാളെ ഒരുത്തൻ ഈ പറയുന്ന വാഴ്ത്താൾ അടിക്കുന്നതെന്ന് പോകുന്നത് ചെക്ക് ചെയ്യും, ഫാക്ട് ചെക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ അഭിപ്രായം കമന്റ് കൊടുക്കണം.